ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് മുട്ടപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈദ അരിപ്പൊടിയും കൂടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഗ്രിപ്പ് കിട്ടാനായിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മൈദയിൽ മാത്രം വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി 1 എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയ്ക്ക് 1 എഗ്ഗാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിനി ഇതിലോട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ബാറ്ററാക്കി സെറ്റാക്കി എടുക്കണം. ഇതുപോലെ കട്ടയില്ലാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് അല്പം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് നമുക്ക് മുട്ടപ്പത്തിരി കിട്ടുന്നത്. ഫസ്റ്റ് ടൈമിൽ മാത്രം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം ഇതുപോലെ അല്പം ഓയിലാക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിഡിലൊന്ന് ഇതുപോലെ ചുറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നിറയെ ഹോൾസ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയ ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മുട്ടപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ചുട്ടെടുക്കണം. മുട്ടപ്പത്തിരി റെഡി ആയിട്ട് ഇപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അല്ലെങ്കിലും മുട്ടക്കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്